ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇതൊരു ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി അവരുടെ അനുവാദമില്ലാതെ അവരോട് ഓരോ വൃത്തികേട് ചോദിച്ച് അത് റെക്കോർഡ് ചെയ്ത് തന്റെ ഇത്രയും റീച്ചുള്ള ഒരു അക്കൗണ്ടിലൂടെ പബ്ലിഷ് അത് ചെയ്യാന്ന് വരുമാന പറഞ്ഞു കഴിഞ്ഞാൽ മാർഗമാക്ക്. അതെ, അതെ, അതെ. അതും അവരുടെ തൊഴിലിനെ വരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇവരുടെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആ തൊഴിലിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം. അപ്പോ എത്രയും പ്രിഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എത്രയും കരുതലോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ ജോലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഴിവിനെയാണ് നമ്മള് വരുമാനമാക്കി മാറ്റുന്നതും. അപ്പൊ ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ വിഷമം വിറ്റ് കാശാക്കുന്ന രീതി അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇവിടെ വ്യക്തമായി നടന്നിട്ടുള്ളത് ഇവർ ഈ പ്രാങ്കിലൂടെ ചെയ്യുന്നത് മൊത്തം അതാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യുക. നമുക്ക് തമാശകളാവാം. ഇപ്പൊ ആ വ്യക്തിയെ അപമാനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളി തമാശയിലൂടെയൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ട് സുഹൃത്തുക്കളോട് കളി പറയുന്നതാണ്, ചിരിക്കുന്നതാണ്, തമാശ ചെയ്യുന്നതാണ്, ആളുകളെ ചിരിപ്പിക്കുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ്. പക്ഷേ അത് മറ്റൊരാളുടെ തൊഴിലിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയോ അപമാനിക്കുന്ന രീതിയിൽ ആവരുത്. അത് കണ്ടു ചിരിക്കാൻ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് ആ അവിടെ ഇരയാക്കപ്പെടുന്ന ആളുടെ ആ ഒരു വേദന ഇവിടെ വളരെ മാന്യമായിട്ടാണ്. ഇപ്പം ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നു ആ മെഹന്തി ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ പറയുന്നത് ചിലപ്പോ ഈ രീതിയിലായിരിക്കില്ല. നമ്മൾ വളരെ വൈകാരികമായിട്ടായിരിക്കും അതിനോട് പ്രതികരിക്കുക. പക്ഷെ ഇവിടെ വളരെ മാന്യമായിട്ടാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പ്രതികരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് പോയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. ഈ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ വേറെ മറ്റൊന്നും പറയാൻ നിന്നില്ല. പിന്നെ വിളിക്കുമ്പോ ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് പോകുന്നു. ഇത്തരം മൗനങ്ങളാണ് ഇവരെ പോലുള്ളവരെ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇവർ സ്ത്രീകളാണ്. ഇപ്പോൾ ഇവർക്ക് പകരം ഒരു പുരുഷന്മാരാണ് ഇതിനെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഞാൻ ഇവിടെ എന്റെ വേർതിരിവ് പറയുന്നതിന് എന്നാൽ പോലും പറയുകയാണ്.